കൊച്ചി പനമ്പള്ളി നഗറിലെ കൊലപാതകത്തിൽ പ്രതിയായ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. യുവതി കുറ്റം സമ്മതിച്ചു. ജനിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കുഞ്ഞിനെ ഒഴിവാക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചു. ഗർഭമലസിപ്പിക്കാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണം എന്നതിൽ ഇന്റർനെറ്റിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചുവെന്നും മൊഴി. കുഞ്ഞ് ജനിച്ചപ്പോൾ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും യുവതി. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. വളരെ ദാരുണമായ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ പ്രഭാത ചർച്ചകളും വർത്തമാനങ്ങളും ആരംഭിക്കേണ്ടി വരുന്നതിൽ നമുക്കെല്ലാം ഖേദമുണ്ട് ബിനിൽ. പക്ഷേ അപ്പോഴും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല. ഈ യുവതി എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്? ഒരു പീഡനത്തിന്റെ സാധ്യത ഇന്നലെ കമ്മീഷണർ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? ഗുഡ് മോർണിംഗ് മോത്തി. തീർച്ചയായും മോത്തി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് ഇത്തരത്തിൽ മനുഷ്യൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് നമ്മുടെ ഒരു ദുരവസ്ഥയാണ്. എന്തായാലും ആ കുഞ്ഞിനെ, ആ ചോരക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊലക്കുറ്റം തന്നെ ആ പെൺകുട്ടിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ് വന്നിരുന്നു. അതായത് ശ്വാസം മുട്ടിക്കൽ അടക്കം നടന്നിട്ടുണ്ട് എന്നതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ ഫൈൻഡിങ്. അതായത് ഈ കൊച്ചു ജനിച്ച സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് പോസ്റ്റ്മോർട്ടത്തിലൂടെ മറുപടി ലഭിച്ചു. കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായതോടുകൂടിയാണ് 23-കാരിയുടെ അറസ്റ്റിലേക്ക് പോലീസ് പോയത്. ഇപ്പോൾ അവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ ഇന്ന് രാവിലെ മജിസ്ട്രേറ്റ് എത്തി അവരുടെ റിമാൻഡ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കാനാണ് സാധ്യത. അതിനുശേഷം ആ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ വാങ്ങും. അവരുടെ പ്രാഥമികമായ മൊഴി മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രാഥമികമായ മൊഴിയിൽ പല പൊരുത്തക്കേടുകളും നമുക്ക് കാണാൻ കഴിയും. സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ വീട്ടിൽ ആർക്കും ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നതാണ് അവരുടെ മൊഴി. പക്ഷേ പോലീസിന് ആദ്യഘട്ടത്തിൽ അവരുടെ മൊഴിയിൽ പോലീസ് അത് പ്രാഥമികമായി വിശ്വാസത്തിലെടുത്താണ് അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കുടുംബാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഈ പെൺകുട്ടി, പൂർണ്ണ ഗർഭിണിയായ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം ആരും അറിഞ്ഞില്ല എന്നത് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിൽ വിശദമായൊരു അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പ്രാഥമികമായ മൊഴിയിൽ അവർ പറയുന്നത് താൻ ഗർഭിണിയായി എന്ന് മനസ്സിലായപ്പോൾ ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിലെ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. പിന്നീട് പ്രസവം നടന്നാൽ കുട്ടിയെ എങ്ങനെ ഒഴിവാക്കണമെന്നത് സംബന്ധിച്ചും താൻ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവർ, കിട്ടിയൊരു കവറിൽ പൊതിഞ്ഞ് താഴേക്ക് എറിയുകയാണ് ഉണ്ടായത്. അതെല്ലാം ആ സമയത്ത് ഒരു പരിഭ്രാന്തിയിൽ ചെയ്തു പോയതാണ് എന്നതാണ് അവരുടെ മൊഴി. ആ മൊഴിയിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, താൻ ഈ ഗർഭിണിയായതൊരു റേപ്പിലൂടെയാണ് എന്നതാണ് അവരുടെ ഒരു മൊഴി. ആ മൊഴിയാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ അടക്കം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത് തന്നെ ഒരു അതിജീവിത എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഗർഭിണിയായ സാഹചര്യം എന്ത് എന്നത് പോലീസിന് പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതിന് പിന്നിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റവാളിയെയും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച പോലീസിന് ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അറസ്റ്റിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ തെളിവുകളുടെ ശേഖരണം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് പോലീസ് ഇക്കാര്യത്തിൽ കാത്തു നിൽക്കുന്നത്.